സുഹൃത്തുക്കളെ നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ മതങ്ങളെക്കുറിച്ചിട്ടും മതങ്ങളുടെ ഫങ്ഷനെ കുറിച്ചിട്ടുമാണ് സംസാരിച്ചത്. യഥാർത്ഥത്തിൽ മനുഷ്യ സാമൂഹ്യ സാംസ്കാരിക വികാസത്തിൽ വളരെയധികം പങ്കുവഹിച്ച ഒരു സാംസ്കാരിക ഘടനയാണ് മതങ്ങളും ദൈവവും ആ മതങ്ങൾ അവതരിപ്പിച്ച ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അവയെല്ലാം ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അതിന് അടിസ്ഥാനമായ മൂല്യങ്ങളെ നിലനിർത്താനും പരിപോഷിപ്പിക്കാനുമായിരുന്നെങ്കിൽ പോലും സ്ഥാപനവൽക്കരണത്തോടുകൂടി അതിൻ്റെ ലക്ഷ്യപ്രാപ്തി പലപ്പോഴും വിരുദ്ധമാവാൻ സാധ്യത ഉണ്ടായി. യഥാർത്ഥത്തിൽ മതങ്ങളൊക്കെ ആ മൂല്യങ്ങളായി എടുക്കുമ്പോഴാണ് നമുക്ക് എല്ലാ മതങ്ങളും യഥാർത്ഥത്തിൽ ഒരേ തൂവൽ പക്ഷികളാണെന്നും ഒരേ ലക്ഷ്യപ്രാപ്തിക്ക് പല രീതിയിൽ പല ഭാഗത്തു നിന്ന് പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പല വ്യത്യസ്തങ്ങളായ കാലാവസ്ഥക്കും അതേപോലെ ജീവന വിഭവങ്ങളുടെ ലഭ്യതക്ക് അനുസരിച്ചും ഇവോൾവ് ചെയ്തു വന്നതാണെന്നും വികസിച്ച് വന്നതാണെന്നും മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആധുനിക കാലത്ത് യഥാർത്ഥത്തിൽ മതങ്ങളെ നമ്മൾ വേറിട്ട് നിർത്തേണ്ടതില്ല. ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ആധുനികമാണ് എങ്കിൽ പോലും അവയിലേക്ക് എത്തിയ അടിപ്പടവുകളായ അതിന് മുൻഗാമികളായ ഉപകരണങ്ങളെ നമ്മൾ പൂർണ്ണമായും നിഷേധിക്കുന്നില്ല. ഒരു വലിയ പക്ഷം നമുക്കൊക്കെ അറിയാം, ആ ഉപകരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പുതിയ ആധുനിക ഉപകരണത്തിൻ്റെ വികാസത്തിന് അനിവാര്യമായ കാരണമായതെന്ന്. അതുപോലെ തന്നെയാണ് ഈ ആധുനിക കാലത്തും ഈ മതങ്ങൾ ഈ സാമൂഹ്യ പുരോഗതിക്കും സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പിനും അതിനു മുമ്പത്തെ സമൂഹങ്ങളിൽ അവയുടെ നിലനിൽപ്പിന് ആരോഗ്യകരമായ നിലനിൽപ്പിന് അവർ അന്നത്തെ ശാസ്ത്രീയ നിഗമനങ്ങളനുസരിച്ച് പടച്ചുണ്ടാക്കിയ എല്ലാ മതങ്ങളും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അതുകൊണ്ട് തന്നെ അത് ഈ കാലത്ത് യഥാർത്ഥത്തിൽ ഈ മതങ്ങളുടെ പ്രസക്തി എന്താണ്, അവയുടെ ഉപയോഗം എന്താണ് എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആധുനിക പുരോഗമനവാദികൾ ചിന്തിക്കേണ്ടത്. അതിനെ ഒന്നായിട്ട് തള്ളിക്കളയുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ മിഡൈവൽ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം. ഈ വിച്ച് ഹണ്ടും അതേപോലെ തന്നെ അക്കാലത്ത് ചർച്ചിൻ്റെ ഭീകരവാഴ്ചയും നടന്നിരുന്ന ആ കാലത്തിന് ശേഷം ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോട് കൂടി വളർന്നു വന്നതായതുകൊണ്ട് തന്നെ അന്നത്തെ പുരോഗമന ആശയങ്ങളൊക്കെ തന്നെ അന്ന് സമൂഹത്തെ മുച്ചൂട്ടും അടക്കി വാണിരുന്ന അനേകം തെറ്റുകൾ ചെയ്ത ഈ
മതപുരോഹിതരെയും അതേപോലെ തന്നെ ചർച്ചിനെയും അവഗണിക്കുകയും നിഷേധിക്കുകയും ചെയ്തിട്ടാണ് ഈ യൂറോപ്പിലൊക്കെ പ്രത്യേകിച്ചും മുതലാളിത്തത്തിൻ്റെ വികാസം തന്നെ ഉണ്ടായത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അവിടെ പുരോഗമന കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സമത്വത്തിൻ്റെ കാഹളമായിട്ടുള്ള സോഷ്യലിസത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും വീക്ഷണഗതികൾ വന്നതാണ്. എന്തായാലും നമുക്ക് ഈ കാലത്ത് പ്രത്യേകിച്ചും ഈ യൂറോപ്പിലല്ലാത്ത പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇതേപോലെ സാമൂഹ്യ പുരോഗതിക്ക് പൂർണ്ണമായും നിലവിലിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന നമ്മുടെ മുൻഗാമികളുടെ മുഴുവൻ വ്യവസ്ഥകളും അവരുടെ ഷെയറും പങ്കും നമ്മൾ പൂർണ്ണമായും സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് നമ്മളെ ഈ പൗരസ്ത്യ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യ ചൈന പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അതുപോലെ റിജിഡായിട്ടുള്ളൊരു മതമല്ല. അതായത് അവരെ നിഗ്രഹിക്കുക എന്ന് മതത്തിൽ യാതൊരു മതത്തിൻ്റെ തത്വങ്ങളും അടിസ്ഥാന തത്വങ്ങളിലും ഇല്ല. നേരെ മറിച്ച് അടിസ്ഥാന തത്വങ്ങളിലുള്ളത് ലോകാ സമസ്തോ സുഖിനോ ഭവന്തു എന്നും ഈ ലോകത്ത് എല്ലാവരും സുഖമായിട്ട് ജീവിക്കണം എന്ന ഒരു അടിസ്ഥാനത്തിലുള്ളതാണെന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം ഈ യൂറോപ്യന്മാരുടെ അവരുടെ കമ്മ്യൂണിസ്റ്റ് ആദർശം അല്ലെങ്കിൽ പുരോഗമന ആദർശം പോലെ മതങ്ങൾ ഒരു എതിരായിട്ട് ഇരിക്കേണ്ട ഒരാവശ്യവും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മതങ്ങളെ കൂടി പരമാവധി ഈ രാഷ്ട്ര പുരോഗതിക്ക് സാമൂഹ്യ പുരോഗതിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എന്തായാലും ഇന്ത്യയിലെ മതങ്ങളൊക്കെ തന്നെ ഇവിടെയുള്ള ഭരണഘടന അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണല്ലോ. ഈ ഭരണഘടനയെ അംഗീകരിക്കാത്തവർക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. ഭരണഘടനയെ അംഗീകരിക്കുന്നു എന്ന് എഴുതി കൊടുത്തിട്ട് മാത്രമേ അവർക്ക് ഇവിടെ എന്തെങ്കിലും അവരുടെ മതപരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള അനുവാദമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണഘടനയിലും അതേപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷനിൽ ഉണ്ടായിരുന്ന മൂല്യങ്ങൾ, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അത് ഈ ഒരു ആധുനിക സമൂഹത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളാണ്, ധാർമ്മികമായ മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങളിൽ അത് അടിത്തറയാക്കി നിന്നുകൊണ്ട് പ്രവർത്തിക്കാവുന്ന എല്ലാ മതങ്ങളെയും സർവാത്മനാ സ്വാഗതം ചെയ്യുകയും അവയെ പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഒരു ആരോഗ്യകരമായ സമൂഹം ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ ലക്ഷ്യങ്ങളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ലക്ഷ്യത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ പ്രവർത്തിക്കാം, എന്തൊക്കെ സൗകര്യങ്ങൾ, എന്തൊക്കെ നിങ്ങളുടെ പഴയ ട്രാഡീഷനുകളിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതിന് പ്രത്യക്ഷമായി എതിരായ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ എപ്പോൾ അത് മാറണം എന്ന് അവർക്ക് തോന്നുന്നു അപ്പോൾ മാത്രം മാറ്റാൻ എന്ന ഒരു ഉപാധിയോട് കൂടി
ഇവരെയൊക്കെ നമ്മൾക്ക് ഒന്നിച്ച് അണിനിരത്തി ഒന്നിച്ചൊരു പാൻ ഇന്ത്യൻ റിലീജിയസ് ഫോറം തന്നെ ഉണ്ടാക്കുകയും അത് എങ്ങനെ സമൂഹത്തിൻ്റെ സാമൂഹ്യ പുരോഗതിക്ക് ഉപയോഗിക്കുകയും ചെയ്യുക എന്നതായിരുന്നു യഥാർത്ഥത്തിൽ നാം ആദ്യമായി ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം. നേരെ മറിച്ച് നമ്മളെ ഈ ഇന്ത്യ രാജ്യത്ത് എങ്ങനെ ഇന്ത്യ രാജ്യത്തെ അധികാരം നിലനിർത്താൻ ഇന്ത്യയിലുള്ള മതങ്ങൾ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ വെള്ളക്കാരൻ്റെ ആവശ്യമായിരുന്നു. അതിനു വേണ്ട എല്ലാ വിത്തുകളും പൂർണ്ണമായും വെതറിയിട്ടാണ് അവരിവിടുന്ന് പോയത്. അതനുസരിച്ച് അവരുടെ പ്ലാൻ അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർമ്മാണം എന്നത് വെള്ളക്കാരൻ പ്ലാൻ ചെയ്ത പോലെ, വെള്ളക്കാരൻ ഉദ്ദേശിച്ച പോലെ അവരുടെ ഒരു ആധുനിക ജനാധിപത്യ രീതിയാണെന്നർത്ഥം. അവരുടെ ആധുനിക ജനാധിപത്യ രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് പൂർണ്ണമായിട്ടും കടിഞ്ഞാണുള്ള ജനാധിപത്യ രീതി. അതനുസരിച്ച് ഉള്ള ഒരു ജനാധിപത്യമാണ് ഈ നമ്മളെ ഭരണഘടനയിൽ നിന്ന് പോലും നിങ്ങൾക്ക് സസൂക്ഷ്മം വീക്ഷിച്ചാൽ വിശകലനം ചെയ്താൽ മനസ്സിലാവും. കാരണം ഈ ഭരണഘടനയിൽ ഒന്നും തന്നെ മൗലികമായ സ്വാതന്ത്ര്യത്തിന് ആവശ്യമായ, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യത്തെ, ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു വ്യക്തിക്ക് ആവശ്യമായ മൗലിക അവകാശങ്ങൾ നിങ്ങൾക്ക് അതിൽ തന്നെ കാണില്ല. യഥാർത്ഥത്തിൽ മൗലികമായ അവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധഭക്ഷണം, പിന്നെ താമസിക്കാനൊരിടം, ഇതൊക്കെയല്ലേ, അല്ലെങ്കിൽ വിശ്രമിക്കാനൊരിടം, ഇതൊക്കെയല്ലേ യഥാർത്ഥത്തിൽ മൗലികമായി ആവശ്യമുള്ളത്. ഇത് നമ്മളെ ഭരണഘടനയിൽ അടിവരയിട്ട് എഴുതിയിട്ടുണ്ടോ? നേരെ മറിച്ച് അതിൽ എന്തൊക്കെ ചെയ്തിട്ടുള്ളത് നോക്കണം നിങ്ങൾ. സ്വത്തവകാശം, കേട്ടോ, സ്വകാര്യ സ്വത്തവകാശം, അതേപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം, അതേപോലെ മതസ്വാതന്ത്ര്യം മാത്രമല്ല, മതപ്രചാരണ സ്വാതന്ത്ര്യം, മത പരിവർത്തന സ്വാതന്ത്ര്യം, അതേപോലെ മതസ്ഥാപനങ്ങൾ. നിങ്ങൾ നോക്കുക, നിങ്ങളെ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ നിങ്ങൾ നല്ലോണം അനലൈസ് ചെയ്ത് നോക്കൂ. അതിൽ യഥാർത്ഥത്തിൽ മനുഷ്യന് ആവശ്യമായ എന്താണ് അതിലുള്ളത്? അത് ഓപ്ഷണലായിട്ട് പലർക്കും ആവശ്യമായിട്ടുണ്ടാവാം. ചില മതവിശ്വാസങ്ങൾക്ക്, അല്ലെങ്കിൽ ഓപ്ഷണലായിട്ടുള്ള, അതായത് എലീറ്റ്സ് ആയിട്ടുള്ള മനുഷ്യർക്കുള്ള ഓപ്ഷണലായിട്ട്, ഉദാഹരണമായിട്ട് ഇപ്പോൾ സ്വത്തവകാശം ആർക്കാ ആവശ്യം? സ്വത്തുള്ളവർക്കാണ്. അല്ലെങ്കിൽ അങ്ങനെ സ്വാർത്ഥമായ ഒരു താല്പര്യം ഉണ്ടായിട്ട് കുറേ സ്വത്ത് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ്. അതേപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കാണ് വേണ്ടത്? അഭിപ്രായം പറയണം, എൻ്റെ അഭിപ്രായം മറ്റുള്ളവർ കേൾക്കണം, അത് പറയണം എന്ന് പറയുന്നവർക്കുള്ളതാണ്. അതേപോലെ മതസ്വാതന്ത്ര്യം ആർക്കാണ് ആവശ്യമുള്ളത്? മതം ആവശ്യമുള്ളവർക്കാണ്. അതുമാത്രമല്ല, അതിൽ ഏറ്റവും അപകടം ചെയ്തത് എന്താ വെച്ചാൽ, മനുഷ്യർ തമ്മിലുള്ള അടിപിടി നിലനിർത്താനും ശത്രുത നിലനിർത്താനാണ് മതപരിവർത്തന സ്വാതന്ത്ര്യം എന്ന പേരിൽ എന്ന് സ്വാഭാവികമായി നടക്കുന്ന മത പ്രചാരണ സ്വാതന്ത്ര്യം അതിൽ വളരെ അടിവരയിട്ടിട്ട് തന്നെ 26ാമത്തെ ആർട്ടിക്കിളായിട്ട് വന്നത്. അതുമാത്രമല്ല, പിന്നെ മത സ്ഥാപനങ്ങളുടെ നിലനിർത്താനുള്ള സ്വാതന്ത്ര്യം, പിന്നെ അവയെ നികുതിയിൽ നിന്നും ഒഴിവാക്കാൻ. കാരണം നോക്കണം നിങ്ങൾ, യഥാർത്ഥത്തിൽ ഈ സെമറ്റിക് മതങ്ങൾക്ക് ഇവിടെ
നിലനിൽക്കാനായിട്ടുള്ള എല്ലാ പഴുതുകളും ഉണ്ടാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഭരണഘടന അത്ര വലിയ നല്ലതാണെന്ന് പറയുന്ന ഭരണഘടന പോലും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുവഴി ഇവിടെയുള്ള മനുഷ്യർ തമ്മിലുള്ള മതപരമായ സ്പർദ്ധ വർദ്ധിപ്പിക്കാനും അതുവഴി അവരെ തമ്മിൽ സംശയാലുക്കളും പിന്നെ അതേപോലെ തന്നെ എതിർക്കപ്പെടേണ്ടവനും ഇല്ലാതാക്കേണ്ടവനും ആണെന്ന് തോന്നിക്കാനും പറ്റി. എന്താ കാരണം ഈ മതസ്വാതന്ത്ര്യം നമ്മൾ അംഗീകരിച്ചു. പക്ഷേ മതപരിവർത്തന സ്വാതന്ത്ര്യം എന്നോ മതപ്രചാരണ സ്വാതന്ത്ര്യം എന്നത് പിന്നീട് നമ്മൾ കണ്ടില്ലേ. ആർക്കൊക്കെ കാശുണ്ടോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ളവരെ പരിവർത്തനം നടത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നതോടുകൂടി നമ്മളെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ നമുക്ക് അവരോട് എതിർപ്പുണ്ടാകും, അല്ലെങ്കിൽ ആ കൊണ്ടുപോയ ആൾക്കാരോട് എതിർപ്പുണ്ടാവുക എന്ന് സ്വാഭാവികമല്ലേ. അതാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ പല ആൾക്കാരോട് ഞാൻ പറഞ്ഞപ്പോൾ പല കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞത് എനിക്കുണ്ടാവില്ല. അത് ശരിയായിരിക്കാം, അവർക്കുണ്ടാവില്ലായിരിക്കാം. പക്ഷേ സാധാരണ ഒരു മനുഷ്യന് 90% ജനങ്ങളും മതവിശ്വാസത്തിൽ അവരവരുടെ മുൻപേ അനുഷ്ഠിച്ചിരുന്ന ഒരു സാംസ്കാരികമായി നിലനിന്നിരുന്ന ഒരു വിശ്വാസത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ മനുഷ്യരുടെ അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിന് 1-2 പേര് അവരിന് പറിച്ചു കൊണ്ടുപോവുക അല്ലെങ്കിൽ അടുത്തതിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് എങ്ങനെ ഉണ്ടാവും? സ്വന്തം അമ്മയുടെ മകന് ഒരിക്കലും അമ്മയെ കാണാൻ പറ്റാതിരിക്കുക, അമ്മയെ സ്വീകരിക്കാതിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ അവരുടെ വിശ്വാസങ്ങൾ മാറുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന വിഷമം എത്രയാണ്. അപ്പം മതപരിവർത്തനം എന്നത് യഥാർത്ഥത്തിൽ ഒരു ആധുനിക കാലഘട്ടത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമല്ല. അവർക്ക് മൂല്യങ്ങൾ വിശ്വസിച്ചോട്ടെ, മൂല്യങ്ങൾ എന്തായാലും വേണം. ആ മൂല്യങ്ങൾ നിലനിർത്തുക എന്നുള്ളതല്ലാതെ ഈ മതങ്ങൾ പരിവർത്തനം നടത്തിയിട്ട് അന്യോന്യം അടിപിടി കൂടാൻ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ BJP വളരാനുണ്ടായ യഥാർത്ഥ കാരണം. അതുണ്ടാക്കിയത് യഥാർത്ഥത്തിൽ വെള്ളക്കാരനാണ്. ആ വെള്ളക്കാരൻ കൂറെ കല്ലെടുപ്പിക്കുന്ന പോലെ, അല്ലെ തുമ്പിയെ കല്ലെടുപ്പിക്കുന്ന പോലെ നമ്മളെ കൊണ്ട് കല്ലെടുപ്പിച്ചിട്ട്, അതായത് നമ്മളെ ഭരണഘടനാ സമിതിയിലുള്ള നേതാക്കളെ കൊണ്ട് കല്ലെടുപ്പിച്ചുണ്ടാക്കിയതാണ് ഈ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളൊക്കെ തന്നെ. പ്രത്യേകിച്ചും മതപരമായ ഇന്ത്യയിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇന്ത്യയിലെ ഒരു മതങ്ങൾക്കും ഇതേപോലെ മതപരിവർത്തനത്തിന് വേണ്ട ഒരു ടൂളും ഇല്ല. ഇപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞ ഒരു മതമേ ഇല്ല. പല മതങ്ങൾ ഒന്നായിട്ട് കൂട്ടി ഹിന്ദു എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പല ആചാരങ്ങൾ, പല അനുഷ്ഠാനങ്ങൾ, പല ജാതികൾ. ഈ ജാതികൾ എന്ന് പറഞ്ഞാൽ തന്നെ അവിടുത്തെ സമൂഹത്തിൽ ജീവിക്കാനാവശ്യമായ വ്യത്യസ്ത തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ, അവരുടേതായ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതിൽ വേണ്ടാത്തതൊക്കെ ഒഴിവാക്കണം സമ്മതിച്ചു. പക്ഷേ അതിൽ മനുഷ്യന് ആവശ്യമായ പലതും ഉണ്ട്. ഉദാഹരണമായിട്ട് എല്ലാ തൊഴിൽ വൈദഗ്ധ്യവും കൂടി തലമുറകളായിട്ട് കൂടി വന്നിരുന്നു. അതൊക്കെ നമ്മൾ അവഗണിച്ചുകൂടാ. ഇന്നും യഥാർത്ഥത്തിൽ ഒരു വലിയ പരിധിവരെ ജാതികളുണ്ട്. ഇപ്പോൾ ഡോക്ടറുടെ മകൻ ഡോക്ടറും വക്കീലിൻ്റെ മകൻ വക്കീലും ആവുന്നത് ഒരു തരം ജാതി തന്നെയല്ലേ. കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ അവരുടെ ആ തൊഴിൽ പ്രാമുഖ്യം ഉണ്ടാവുക എന്നുള്ളത് സത്യമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ മതങ്ങളുടെ മതപരിവർത്തനം, മതസ്ഥാപനങ്ങളെ അതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ പരിപോഷിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മളെ ഭരണഘടനയിൽ തന്നെ നമ്മൾ ആധുനികരാണ് എന്ന വ്യാജേന ഉള്ള ആൾക്കാർ നമ്മൾ ഭരണഘടനയിൽ വെച്ചിട്ടുള്ളത്.
അത് പ്രത്യേകിച്ചും ഒരു ഇന്ത്യനൈസ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടില്ല ഇതുവരെ. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരുടെ പ്രാതിനിധ്യം. ഈ മെമ്പർമാരെ തിരഞ്ഞെടുത്തത് ആകെ ഉണ്ടായിരുന്ന ജനങ്ങളിലെ 11% ആൾക്കാർക്ക്, അതായത് നികുതി കൊടുക്കാൻ കഴിയുന്നവരും ടാക്സ് പേയേഴ്സും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി ഉണ്ടായിരുന്നവർക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നു. അവർ തിരഞ്ഞെടുത്താണത്. നേരെ മറിച്ച് ഇന്ത്യൻ ജനത ഒന്നായിട്ട് തിരഞ്ഞെടുത്ത ഒരു സാധനമല്ല അത്. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അവർക്ക് അതിനുള്ള യാതൊരു അവകാശമില്ല. അവർ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ തന്നെ നുണയാണ്. വി ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ 11% ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ശരിയാണ്. അല്ലെങ്കിൽ വി ദ ഓണേഴ്സ് ഓഫ് ഇന്ത്യ എന്നോ അല്ലെങ്കിൽ ടാക്സ് പേയേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരിയാണ്. ഇന്ന് പോലും നമ്മൾ അതിനെ ശാസ്ത്രീയമായിട്ട് കാണുകയോ ഈ മനുഷ്യർക്ക് എന്തൊക്കെയാണ് യഥാർത്ഥ ആവശ്യം എന്ന നിലയിൽ നമുക്ക് തീരുമാനിക്കാനുള്ള അവകാശം പോലും ഉണ്ടായിട്ടില്ല. അതുണ്ടാവാത്തടത്തോളം കാലം നമ്മൾ നന്നാവുമെന്ന് ആരും വിചാരിക്കണ്ട. ആയിക്കോട്ടെ, നിങ്ങൾ പറയുണ്ടാവും ആദ്യം ആയിക്കോട്ടെ, മനുസ്മൃതി വരട്ടെ. മനുസ്മൃതി ഒരിക്കലും നടക്കില്ല എന്നും അത് അശാസ്ത്രീയമാണെന്നും അത് അപ്രായോഗികമാണെന്നും ഇനി മുതൽ അതിന് യാതൊരു രക്ഷയുണ്ടാവില്ല എന്നും നമുക്ക് ബോധ്യമാകുമ്പോൾ അത് മാറും. ഒന്ന് നമ്മൾ എന്തായാലും മനസ്സിലാക്കണം, ഈ യഥാർത്ഥത്തിൽ നമ്മളെ ഈ ലോകത്തെ നയിക്കുന്നതും ഈ സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഉപകരണങ്ങളാണ്. ഈ ഉപകരണങ്ങൾ മാറിയ കാലത്ത് പുതിയ ഉപകരണങ്ങൾ വന്ന സ്ഥിതിക്ക് പഴയതൊന്നും ഒരു പരിധിയിലപ്പുറം പെടുന്ന ആര് ഇമ്പോസ് ചെയ്താലും നടക്കില്ല. ഈ ബോധ്യം ഉള്ളെങ്കിൽ മാത്രമേ നമ്മൾ ഈ ആധുനിക കാലത്തേക്ക്, ഞാൻ പറഞ്ഞു വന്നത് എല്ലാ മതങ്ങളെയും സമന്വയിപ്പിച്ച് ഈ മതങ്ങൾക്ക് ആധുനിക കാലത്ത് എങ്ങനെ നിലനിൽക്കാൻ കഴിയും എന്നതിൽ അവരും അതിൻ്റെ മതപണ്ഡിതന്മാരും മതപുരോഹിതന്മാരും ഒക്കെ ഇരുന്ന് ആലോചിച്ച് അതിനൊക്കെ തന്നെ ഈ ഖുർആന്, മനുസ്മൃതി, ബൈബിൾ ഇതിലൊക്കെ ഉള്ള ഇനി ഒന്നിച്ച് നിലനിർത്താൻ കഴിയുന്ന കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റിയ ഒരു ഫോറം തന്നെ ഉണ്ടാവണം. അല്ലാതെ അവയെ ഒന്നായിട്ട് ഒഴിവാക്കല്ല. കാരണം അതാണ് ഒരു വലിയ കാലഘട്ടം വരെ ഈ സമൂഹത്തിനെ നിലനിർത്തിയത്. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ എന്ന് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിന് സ്വീകരിക്കാമെന്നും തുടരാൻ മാത്രമല്ല പൂർണ്ണമായും സ്വീകരിക്കേണ്ടത് എന്തൊക്കെയെന്നും തുടരാവുന്ന എന്തൊക്കെയാണെന്നും ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണെന്നും ഒരു പൊതുവായ ചർച്ച വെച്ചിട്ട് അങ്ങനെ ഒഴിവാക്കി തന്നെ വരണം എന്നർത്ഥം. അത് ഓരോ സമൂഹത്തിലും അവരുടെ ആൾക്കാർ തന്നെ ചെയ്യട്ടെ. ഒരു ഫോറം എന്നുള്ള നിലക്ക് ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഈ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾക്കായിട്ട് തന്നെ യഥാർത്ഥത്തിൽ സാംസ്കാരികമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ഉണ്ടാക്കുകയും അവർ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ എങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് അപകടമില്ലാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ജീവിക്കാം എന്നുള്ളത് അവർ വ്യക്തമാക്കണം. അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹങ്ങളിൽ മതങ്ങളും ദൈവങ്ങളും ഒരിക്കലും പൂർണ്ണമായിട്ടും പുറമെന്ന് മേലെന്ന് അടിച്ചേൽപ്പിച്ചിട്ട് ഒഴിവാക്കേണ്ടതല്ല. അത് ഉള്ളിന്ന് ആർക്കെങ്കിലും അതില്ലെങ്കിലും ഇവിടെ അന്തസ്സോടു കൂടി മാന്യമായിട്ടും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായും ജീവിക്കാനാവും എന്ന് തോന്നുമ്പോൾ മാത്രം ഒഴിവാക്കേണ്ട ഒരു സാധനമാണത്. അതല്ലാതെ മേലെന്ന് അടിച്ചേൽപ്പിച്ചാൽ അത് മാറില്ല. കാരണം ഈ ധാർമ്മികത എന്നത് പലപ്പോഴും ഈ മതവുമായിട്ടും ദൈവവുമായിട്ടും ദൈവവിശ്വാസമായിട്ട്
നൂറ്റാണ്ടുകളായിട്ട് കൂടിക്കലർന്ന് ഇരിക്കുകയാണ്. അതിനെ പെട്ടെന്ന് ഒഴിവാക്കേണ്ടതല്ല. പെട്ടെന്ന് ഒഴിവാക്കിയാൽ ഒന്നും അല്ലാതായി പോകുന്നർത്ഥം. അത് നാം മനസ്സിലാക്കിയിട്ട് യഥാർത്ഥത്തിൽ ഈ മതങ്ങൾ എന്നത് യഥാർത്ഥത്തിൽ പുരോഗതിക്കായിട്ട്, സാമൂഹ്യ പുരോഗതിക്കായിട്ട്, മനുഷ്യൻ്റെ ചെറിഷ്ഡ് ഗോൾ ഉണ്ടല്ലോ, ഉന്നതമായ ലക്ഷ്യങ്ങൾ പ്രാപിക്കാനായിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ശാസ്ത്രീയമായി ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ട കാര്യങ്ങളാണ് വേണ്ടത്. അതല്ലാതെ ഈ അന്യോന്യം പിന്നെ കുറേ കാശുണ്ടെന്ന് വിചാരിച്ചിട്ട് മതപരിവർത്തനം നടത്താനും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ളതല്ല യഥാർത്ഥത്തിൽ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വേണ്ടത്. ഒരു ജനാധിപത്യ സമൂഹത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത് ഇവിടെ കയോസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. മതങ്ങൾക്ക് ഇവിടെ അവർക്ക് കുറേ കാശുണ്ട്, അല്ലെങ്കിൽ കുറേ മറ്റു കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് കാശുണ്ടാക്കാനാകെ ഒരിക്കലും ഈ സെമിറ്റിക് മതങ്ങളുടെ സ്വഭാവമല്ല നമ്മളെ ഇന്ത്യയിലെ മതങ്ങൾ. ഇന്ത്യയിലെ മതങ്ങൾക്ക് മറ്റൊരാൾ പിടിച്ച് ഇത് കൂടുതലായിട്ട് ആത്മീയമാണ്. അതുകൊണ്ട് തന്നെ അവർ സ്വയം നന്നാവുക എന്നുള്ളതല്ല, മറ്റുള്ളവരെ നന്നാക്കുന്ന പരിപാടി അതില്ല. നേരെ മറിച്ച് മറ്റ് ഈ സെമിറ്റിക് മതങ്ങളൊക്കെ അങ്ങനെയല്ല. അവർക്ക് വളരെ കൃത്യമായ, കണിശമായ, വളരെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് കാലപരിശോധനകളാൽ ഉരുത്തിരിഞ്ഞ അവിടെ പിന്നെ മതത്തിൽ ചേർക്കാനും മതത്തിൽ നിന്ന് പുറത്താക്കാനും അതിനൊക്കെയുള്ള ടൂൾസ് അതിലുണ്ട്. നേരെ മറിച്ച് ഇന്ത്യയിലെ മതങ്ങൾക്ക് അതില്ല. ഏതുപോലെ വെച്ചാൽ നമ്മളെ പിന്നെ സമത്വമാണ്, സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് തന്നെ ചെന്നായ്ക്കും പിന്നെ ആട്ടിൻകുട്ടികൾക്കും ഒരേ സമത്വമായി, ഇങ്ങോട്ട് അടിച്ചാൽ അങ്ങോട്ടും അടിച്ചോട്ടെ എന്ന ഒരു സമീപനം ശരിയല്ല. അത് ഈ ആട്ടിൻകൂട്ടത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്നൊരു ഭയമാണ്. ആ ഭയത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ BJPയും അല്ലെങ്കിൽ പിന്നെ മറ്റൊക്കെ ഇത്രത്തോളം വളർന്നു വന്നത് എന്ന് നാം മനസ്സിലാക്കണം. അത് ജെന്യുവിനായിട്ടുള്ളൊരു കാരണം തന്നെ. ഇല്ലാതെ ഇവിടെയുള്ള ഈ ഭൂരിപക്ഷ മതങ്ങളുടെ, ഭൂരിപക്ഷ സമുദായങ്ങളുടെ ആശങ്കയും തീവ്രവാദവും ഇല്ലാതാവില്ല എന്ന് നാം മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ സാമാന്യ ആപേക്ഷികത അനുസരിച്ച് ഇത് പൂർണ്ണമായ ശരിയും പൂർണ്ണമായ തെറ്റുമില്ല. പക്ഷേ എത്രയോ കാലമായിട്ട് ഉണ്ടായിരുന്ന വെള്ളക്കാരൻ്റെ അല്ലെങ്കിൽ പാശ്ചാത്യരുടെ അധിനിവേശം അതേപടി തുടരുന്നത് ബുദ്ധിപൂർവമല്ല എന്നും അത് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായ പുരോഗതിയെ പിറകോട്ടേ നയിക്കൂ എന്ന് നാം മനസ്സിലാക്കി ഒരു പുതിയ സ്ലേറ്റ്, പുതുതായിട്ട് യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനും സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നത് പരമാവധി ഉപയോഗിക്കാൻ എന്തൊക്കെയാണ് മൗലിക അവകാശമായിട്ട് തന്നെ ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ പുതിയ സ്ലേറ്റ് തുടങ്ങി പുതിയ സ്ലേറ്റിൽ എഴുതേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം ശുദ്ധവായുവാണ്. പിന്നെ ശുദ്ധവെള്ളം, ശുദ്ധഭക്ഷണം, പിന്നെ വിനോദം, വിശ്രമം, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം. തൊഴിൽ, മിതമായ വേതനം, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ മൗലിക അവകാശമായിട്ട് വരുന്നത്. ഇതാണ് എല്ലാവർക്കും അത്യാവശ്യമായത്. അതുകൊണ്ട് തന്നെ ഇത് കമ്പൽസറി മൗലികാവകാശങ്ങളാണ്. ഓപ്ഷണലായിട്ടുള്ള മൗലികാവകാശങ്ങൾ എന്തൊക്കെ വേണമെന്നുള്ള അതും നിങ്ങൾ തന്നെ സമൂഹം തീരുമാനിച്ചോട്ടെ. അതിൽപ്പെട്ടതാണ് മതങ്ങൾ, സ്വത്തവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം. ഇതൊക്കെ തന്നെ എന്താണ്?
അതൊക്കെ സെക്കൻഡറി ആയ, അതല്ലെങ്കിൽ ഓപ്ഷണലായിട്ടുള്ള മൗലികാവകാശങ്ങളാണ്. അതും ഏതൊക്കെ അതിരുവരെ ആവശ്യം ഉണ്ട് എന്ന് ഒരു ഭരണഘടനാ സമിതി തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കണം. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അതല്ലാതെ ഈ വെള്ളക്കാരൻ അവിടുന്ന് ഇങ്ങോട്ട് നൂലിൽ കെട്ടിയിറക്കിയ പോലെ ഇറക്കിയിട്ട് അവൻ്റെ സംസ്കാരം നിലനിർത്താനും അവൻ്റെ സംസ്കാരം പ്രചരിപ്പിക്കാനും ഈ നാട്ടിൽ കച്ചറ ഉണ്ടാക്കാനും ഈ നാട്ടിൽ അന്യോന്യ അവിശ്വാസവും ശത്രുതയും നിലനിർത്താനും വേണ്ടി അവർ തയ്യാറാക്കിയ ആ അജണ്ട നിലനിർത്തുകയാണ് നമ്മളെ ഭരണഘടനയിൽ പോലും നടന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇന്ത്യ രാജ്യത്തിൻ്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഓരോ വ്യക്തിക്കും പരമാവധി ലഭ്യമാക്കേണ്ട മൗലിക അവകാശങ്ങൾ, അതായത് ഓരോ വ്യക്തിക്കും ലഭ്യമാക്കേണ്ട മൗലികാവകാശങ്ങൾ, അതേ കമ്പൽസറി മൗലികാവകാശങ്ങൾ എന്തൊക്കെയെന്നും ഓപ്ഷണൽ മൗലികാവകാശങ്ങൾ, അതായത് താല്പര്യമുള്ളവർക്ക് മാത്രം ആവശ്യമുള്ള മൗലികാവകാശങ്ങൾ എന്തൊക്കെയെന്നും വ്യക്തമായിട്ട് നിർവചിക്കുന്ന ഭരണഘടന തന്നെ വേണം. അങ്ങനെയുള്ള ഒരു ഭരണഘടനയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യം. ഞാൻ പറഞ്ഞു വന്നത്, മതങ്ങൾ എന്നത് ഒരിക്കലും അപകടമുള്ള കാര്യമല്ല. അതിനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നും ആരും വിചാരിക്കണ്ട. മതങ്ങളും ദൈവവും ഇവിടെ നമ്മളെ കൂടെ ഉള്ളതാണ്. ഏതുപോലെ പൂജ്യം എന്നത് നമ്മളെ കൂടെ ഉള്ളതല്ലേ? പൂജ്യം എന്നുള്ളത് നമ്മളാ കണ്ടെത്തിയെന്നുള്ളതിനെ സമ്മതിച്ചു. പക്ഷേ അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? അതൊന്നുമല്ല, ഒരാവശ്യമില്ലാത്ത സാധനം. ഒരു സിമ്പിളാണത്. ആശയപ്രപഞ്ചത്തിൽ മാത്രം ഇരിക്കുന്നതാണ്. ഈ ആശയപ്രപഞ്ചം എന്നത് നമ്മളെ കൂടെ ഈ ഭാഷ ഉള്ളിടത്തോളം കാലം, നിലനിൽക്കുന്നിടത്തോളം കാലം അതിനെ ഇനി നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല. എത്ര ഇല്ലാതാക്കിയാലും ഇല്ലാതാവില്ല എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തെയും മതത്തെയും അതുവഴിയുള്ള അനുഷ്ഠാനങ്ങളെയും ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് അതിൽ നിന്ന് എന്തൊക്കെ നമ്മുടെ ആധുനിക സമൂഹത്തിന് ഉപകാരപ്രദമായതും പുരോഗതിക്കും പറ്റുന്നതൊക്കെ ഉണ്ടോ അതാണ് നാം ഉപയോഗിക്കുന്നത്. ജാതിയും അങ്ങനെ തന്നെ. ജാതി വ്യവസ്ഥ വളരെ നല്ലൊരു കാര്യമായിരുന്നു തുടക്കത്തിൽ. അതുവഴി തൊഴിലുള്ള വൈദഗ്ധ്യം കൂടി തലമുറകളായി വന്നിട്ടുണ്ട്. അത് സാംസ്കാരികമായ സാമ്പത്തികമായ ഒരു അപ്പാർത്തൈഡ് അല്ലെങ്കിൽ വിവേചനം ഉണ്ടാക്കരുത് എന്നേ ഉള്ളൂ. മാത്രമല്ല അതിലേക്ക് മറ്റ് ക്ലോസ്ഡ് ഡോർ ആക്കാതിരുന്നാൽ മതി. ആർക്ക് വേണമെങ്കിലും വരാം, ആർക്ക് വേണമെങ്കിലും പോവാം എന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നതും, അതായത് ഇതൊക്കെ ഒരു റീതിങ്കിങ് ആവശ്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതല്ലാതെ വെള്ളക്കാരൻ പറഞ്ഞ ആ ഡിക്റ്റേറ്റൊക്കെ ചെയ്യുക, അവൻ ഉദ്ദേശിച്ചിടത്തൊക്കെ നമ്മൾ ഒപ്പിടുക എന്നുള്ളത് നമ്മൾ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ്. അതിൻ്റെ മറ്റൊരു തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെ തന്നെ പൂർണ്ണമായും ആ മസ്തിഷ്ക പ്രക്ഷാളനത്തിലാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജയ്.